റോയൽ എൻഫീൽഡ് വരുന്ന 650cc വരുന്ന എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പ്രീമിയം ലുക്കും, അതായത് പക്ക ഒരു ക്രൂസറിന്റെ ഒരു മികവോട് കൂടിയൊരു വാഹനം ആദ്യം ഇറങ്ങിയിട്ട് സൂപ്പർ മെറ്റ്യൂർ തന്നെയാണ്. അത് യാതൊരു സംശയവുമില്ല. കാരണം അത്യാവശ്യം ഒരു ക്രൂസർ വണ്ടി ഉപയോഗിച്ചൊരു പരിചയമുള്ള അടിസ്ഥാനത്തിൽ മാത്രമാണ് പറയുന്നത്. ബാക്കിയുള്ള വണ്ടി, ബാക്കിയുള്ള കാറ്റഗറി ബിയർ ഉണ്ട്, അതേപോലെ 650cc സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്, ക്ലാസിക് വരുന്നുണ്ട്. അതൊക്കെ വേറൊരു കാറ്റഗറി ഉണ്ട്. നമ്മൾ കണ്ടുമടുത്തൊരു മോഡലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്ലാസിക് എന്നുള്ളതിലേക്ക് ഒന്ന് വരുമ്പം ആ ഒരു ബോഡിയിൽ എഞ്ചിൻ കയറ്റി വെച്ചെന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഒരു പക്ക ഒരു ക്രൂസറിന്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളും, അതേമാതിരി അലോയ് വീൽസിന് വരുന്നുണ്ട്. ബിയറിനും സ്റ്റാൻഡേർഡിനൊന്നും അലോയ് വീൽസ് ഇല്ല. പിന്നെ അതുകൊണ്ട് തന്നെ സ്റ്റഡി ആയിട്ടുള്ള റൈഡിങ് എപ്പോഴും നിങ്ങൾക്ക് പ്രദാനം ചെയ്യണം. ശരിക്കും അലോയ് വീൽ തന്നെയാണെന്നല്ലേ, അതൊരു സംശയമില്ല. സ്പോക്ക് വീൽ ട്യൂബ്ലെസ് ആണ് വരുന്നതെങ്കിലും കൂടെ സ്പോക്കിന്റെ ചെറിയ ട്യൂണിങ്ങോ അല്ലെങ്കിൽ ഡ്രോയിങ് എന്തെങ്കിലും ഔട്ടായി കഴിഞ്ഞാൽ, ചെറിയ രീതിയിൽ സ്പോക്ക് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഹൈ സ്പീഡിലൊക്കെ ഭയങ്കര വിഷയമാണ്. അത് ചെറിയൊരു തന്നെ ഭയങ്കര ഡേഞ്ചറാണെന്ന് തന്നെ പറയാം. സ്പോക്കിൽ നമ്മളെല്ലാവരും സ്പോക്കിൽ ഉപയോഗിക്കുന്ന ആളുകൾ, കൂടുതൽ ആളുകൾ നമുക്ക് പിന്നെ ഡ്രോയിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പ്രോപ്പറായി ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പം സ്പോക്ക് വീല് ഓക്കെയാണ്. പക്ഷേ ഒരു ക്രൂസർ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് അലോയ് വീൽസ് ഉള്ള ഈ ഒരു വണ്ടി തന്നെയാണ്. സ്റ്റഡി ആയിട്ട് റോഡിൽ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. നല്ല പ്രീമിയം ലുക്ക്, നല്ല ലെതറേറ്റഡ് സീറ്റ്, അതുമാതിരി ബാക്കിലെ സീറ്റ് കുറച്ച് സ്ലിം ആണ്. അത് ക്ലാസിക്കിന്റെ കുറച്ചുകൂടെ ഒന്ന് സൈസുള്ള സീറ്റാണെന്ന് തോന്നുന്നു എനിക്ക്. കറക്റ്റായിട്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്ത് ഇരിക്കാനും പറ്റുന്ന ഒരു വണ്ടിയാണ്. പിന്നെ സ്വിച്ചുകളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. അതേപോലെ ലിവേഴ്സ് കംപ്ലീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലിവേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് പുതിയതായിട്ട് വന്നതിൽ. ബാക്കിൽ ഫ്രണ്ട് ഒരു സിംഗിൾ ഡിസ്ക് മാത്രമേ കൊടുത്തുള്ളൂ എന്നുള്ള എനിക്ക് പോരായ്മ തോന്നുന്നുണ്ട്. കാരണം ഡബിൾ ഡിസ്ക് കൊടുക്കാമായിരുന്നു. സ്റ്റഡി ആയിട്ട് ഒരു ബ്രേക്കിങ്ങിന് ഡബിൾ ഡിസ്ക് ആണ് എപ്പോഴും നല്ല സെൻട്രൽ പിടിച്ചു നിർത്തുന്ന വലിയൊരു കാര്യമാണ്. വീലിനെ സെൻട്രൈസ് ചെയ്ത് പിടിച്ചു നിർത്തുന്നുള്ളത് ഡബിൾ ഡിസ്ക് ആകുമ്പോൾ. പക്ഷെ അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഭാവിയിൽ വരും നമ്മൾ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്ത് തന്നെ ആയാലും ഒരു പ്രീമിയം ഒരു 650cc വില മുടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ലോങ് റൈഡ് ഹൈവേ ക്രൂസർ എന്ന നിലക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നമുക്ക് കുറച്ച് പ്രായ ആളുകൾക്കും നമ്മൾ കുറച്ചും കൂടെ ചില ആളുകൾക്ക് ഏറ്റവും നല്ല വണ്ടി ഒരു 650cc കാറ്റഗറിയിൽ സൂപ്പർ മെറ്റ്യൂർ തന്നെയാണ്. പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസ് താരതമ്യേന കുറവാണ്. ഹംപി റോഡിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. അത് പല ഹാർലി ഡേവിഡ്സൺ വണ്ടികൾക്ക് ഉണ്ടായിരുന്നു തന്നെയായിരുന്നു. അതെ, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയുമ്പോൾ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി കിട്ടുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുന്നതനുസരിച്ച് കോർണറിങ് മറ്റേ കാര്യങ്ങളൊക്കെ ഡേഞ്ചർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റെബിലിറ്റി, ഒരു സ്റ്റഡി റൈഡ് ലുക്ക് വൈസ് ആണെങ്കിലും നമ്മളെ റൈഡ് വൈസ് ആണെങ്കിലും ക്വാളിറ്റി എന്ന് എനിക്ക് പറയാൻ പറ്റിയ ഒരു വണ്ടി ഈ റോയൽ എൻഫീൽഡ് ഇറക്കിയാൽ സൂപ്പർ മെറ്റ്യൂർ തന്നെയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.